ഇന്ന് നമുക്ക് ആയുർവേദത്തിലെ അനുപാനം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അനുപാനം എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ കൂടെയോ അതിനുശേഷം കുടിക്കേണ്ടതായ ഡ്രിങ്ക്സ്, ഇതിനെയാണ് അനുപാനം എന്ന് പറയുന്നത്. ഇത് ആഹാരത്തിൻ്റെ കൂടെ മാത്രമല്ല, മരുന്നുകളുടെ ഒപ്പവും കുടിക്കുന്ന ഡ്രിങ്ക്സിനെയും അല്ലെ പാനത്തിനെയും അനുപാനം എന്നാണ് പറയുന്നത്. ചില മരുന്നുകൾക്ക് എഫിക്കസി കൂട്ടാൻ അതിൻ്റെ കൂടെ ചില ഡ്രിങ്ക്സ് കഴിക്കുന്നതാണ് നല്ലത്. ഇന്ന് ഞാൻ ആഹാരത്തിൻ്റെ കൂടെ കഴിക്കേണ്ട അല്ലെ കുടിക്കേണ്ട പാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അരി ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് അപ്പം, ദോശ, ഇഡലി അങ്ങനെയുള്ള അരി ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന എൻസൈംസ് ചൂടുള്ള എൻവയോൺമെൻറ്റിലാണ് കൂടുതൽ സെക്രീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അരി ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം അല്ലെ ചെറു ചൂടുവെള്ളം കുടിക്കേണ്ടത്. ബാർലി അല്ലെ ഗോതമ്പ് പലഹാരങ്ങളുടെ കൂടെ എപ്പോഴും തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന ഗോതമ്പിലൊക്കെ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ചൂടുവെള്ളം ഉപയോഗിച്ചാൽ കട്ടിയാകും. അതുകൊണ്ട് അതിൻ്റെ സോലുബിലിറ്റിയും ഡൈജസ്റ്റബിലിറ്റിയും കൂട്ടാൻ എപ്പോഴും ഗോതമ്പിൻ്റെ കൂടെ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി തൈര് ഉപയോഗിക്കുമ്പോഴും തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ തൈരിൽ ലാക്റ്റിക് ആസിഡ് കൂടുതലായിട്ടുണ്ട്. ഈ ലാക്റ്റിക് ആസിഡ് ചിലരിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ നെഞ്ചരിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഓരോ ആഹാരങ്ങൾക്ക് ഓരോ അനുപാനങ്ങളും പറയുന്നുണ്ട്. അത് ഒരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം.